നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹിന്ദു ആചാരങ്ങളിൽ പലപ്പോഴും കേൾക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം? ഇന്ന് 108 എന്ന സംഖ്യയുടെ ആത്മീയവും ശാസ്ത്രീയവുമായ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഭാരതീയ സംസ്കാരത്തിൽ 108 സംഖ്യയെ മംഗളകരവും ദിവ്യവുമായത് എന്ന് കരുതുന്നു. ഉപനിഷത്തുകളുടെ എണ്ണം 108, അതായത് ആത്മീയ അറിവിൻ്റെ സമ്പൂർണത. യോഗശാസ്ത്രത്തിൽ പറയുന്നത് പോലെ മനുഷ്യ ശരീരത്തിൽ 108 പ്രധാന നാഡികളുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം 108 ഇരട്ടി. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ 108 ഇരട്ടി. പ്രകൃതിയിലും കോസ്മോസിലും 108 സംഖ്യയ്ക്ക് വലിയ ബന്ധമുണ്ട്. ഇനി ആത്മീയ കാരണം മനസ്സിലാക്കാം. മന്ത്രജപം 108 പ്രാവശ്യം ചെയ്താൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ 3 തലങ്ങളിലും ദൈവിക സ്പന്ദനം എത്തിക്കുന്നു. ഓരോ ജപവും ഭക്തൻ്റെ മനസ്സിനെ ആത്മീയ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകുന്നു. 108 പ്രാവശ്യം പൂർത്തിയാകുമ്പോൾ അത് സമ്പൂർണമായ ജപചക്രമായി കണക്കാക്കപ്പെടുന്നു. ജപമാലയുടെ മഹത്വം മനസ്സിലാക്കാം. സാധാരണയായി ഉപയോഗിക്കുന്ന ജപമാലയിൽ 108 മണികളുണ്ട്. ഓരോ മണികളും ജപിക്കുന്നതിനിടെ ശ്രദ്ധയും ഭക്തിയും ഒരേ നിലയിൽ തുടരാൻ സഹായിക്കുന്നു. ജപമാല പൂർത്തിയാകുമ്പോൾ ഭക്തൻ്റെ മനസ്സിൽ ആത്മീയ സമാധാനവും ശക്തിയും നിറയും. ഇനി ശാസ്ത്രീയ കാരണം മനസ്സിലാക്കാം. ശബ്ദത്തിൻ്റെ ആവർത്തനം, പ്രത്യേകിച്ച് മന്ത്രശബ്ദം, മനുഷ്യ മസ്തിഷ്കത്തിൽ വൈബ്രേഷനുകൾ സൃഷ്ടിക്കുന്നു. 108 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞ് നെഗറ്റീവ് ചിന്തകൾ നീക്കി മനസ്സിനെ ശാന്തമാക്കി ധ്യാനത്തിനും ഏകാഗ്രതയ്ക്കും വഴിയൊരുക്കുന്നു. ദിവസവും 108 പ്രാവശ്യം ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കുന്നത് വഴി ആത്മീയ സമാധാനവും മാനസിക ശക്തിയും ദൈവാനുഗ്രഹവും ലഭിക്കുന്നു. അതിനാൽ 108 പ്രാവശ്യം മന്ത്രജപം ചെയ്യുന്നത് ഒരാചാരം മാത്രമല്ല, അതിലൂടെ നമ്മൾ ദൈവ സാന്നിധ്യത്തോട് അടുത്തു ചേരുകയും ശരീരം, മനസ്സ്, ആത്മാവ് ഒരുമിച്ചുയരുകയും ചെയ്യുന്നു. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.